തൃശൂരിൽ അന്തിക്കാട് ഉൾപ്പെടെയുള്ള എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ ഔദ്യോഗിക വാഹനങ്ങളില്ലാത്തതുമൂലം പരിശോധനകളും ദൈനംദിന പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിൽ. 3 ജീപ്പുകൾ കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും പകരം സംവിധാനമൊരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. തൃശൂർ സർക്കിൾ പരിധിയിലെ ഏറ്റവും വിപുലമായ പ്രദേശങ്ങളുടെ ചുമതലയുള്ള അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസ് വാഹനക്ഷാമം മൂലം കടുത്ത പ്രതിസന്ധിയിലാണ്. അടാട്ട്, അരിമ്പൂർ, മണലൂർ, അന്തിക്കാട് തുടങ്ങി 4 വലിയ പഞ്ചായത്തുകളിലായി പരന്നുകിടക്കുന്ന മേഖലകളിലാണ് ഈ ഓഫീസിന്റെ പ്രവർത്തനം. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി ഇവിടത്തെ 3 ഔദ്യോഗിക ജീപ്പുകളും തകരാറിലായി കട്ടപ്പുറത്താണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ സംവിധാനങ്ങൾ മാറിയില്ലെങ്കിൽ ഇതൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക. വളരെ അടിയന്തരമായിട്ട് ഇവിടേക്ക് ജീപ്പ് അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, കുറച്ചാളായിട്ട് അതോടാണ്ടായി. ഇപ്പോൾ 3 കട്ടപ്പുറത്ത് കിടക്കുകയാണ്. ലഹരി വിരുദ്ധ പരിശോധനകൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച തണ്ടർ തൂഫാൻ തുടങ്ങിയ പ്രത്യേക ക്യാമ്പയിനുകളിൽ പങ്കെടുക്കാൻ പോലും ഉദ്യോഗസ്ഥർ കടുത്ത ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഓഫീസിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള അടാട്ടുൾപ്പെടെയുള്ള മേഖലകളിൽ അടിയന്തര പരിശോധനകൾക്കായി പോകാൻ ഉദ്യോഗസ്ഥരുടെ പക്കൽ ആകെയുള്ളത് 2 ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ്. അടിയന്തരമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പരിശോധനകൾ പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്ന് അന്തിക്കാട് പഞ്ചായത്ത് അധികൃതർ ആരോപിച്ചു. എക്സൈസിനെ സംബന്ധിച്ചാണെങ്കിൽ 13 വില്ലേജുകളുടെ പരിധി വരുന്നതാണ് ഈ എക്സൈസ് ഓഫീസ്. അവിടേക്ക് കേവലം 2 ബൈക്കിൽ ചെന്നെത്തി എത്രമാത്രം ഇത്തരത്തിലുള്ള സംവിധാനത്തെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ നാശോന്മുഖമായി കിടക്കുന്ന ഈ ജീപ്പുകളൊക്കെ അതത് കാലഘട്ടത്തിൽ ലേലം ചെയ്ത് കിട്ടുന്ന തുക കൊണ്ട് മറ്റൊരു ജീപ്പ് വാങ്ങാനുള്ള സംവിധാനമൊക്കെ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെയും എക്സൈസ് ഓഫീസിൻ്റെയൊക്കെ മുന്നിൽ ധാരാളം വാഹനങ്ങൾ പിടിച്ചിട്ട് കിടക്ക് തുരുമ്പിടിച്ചു പോവുകയാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെയും ബോധവൽക്കരണ ക്ലാസുകളുടെയും ഭാഗമായി സജീവമായി ഇടപെടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഈ വാഹനക്ഷാമം വലയ്ക്കുന്നത്. അന്തിക്കാടിന് പുറമെ ചേർപ്പ്, കോലഴി റേഞ്ചുകളിലും സമാനമായ രീതിയിൽ വാഹന സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.